തൃശൂർ ആതിരപ്പള്ളി ആനമല റോഡിൽ കബാലി എന്ന കാട്ടാന ഇറങ്ങി 2 മണിക്കൂറായി വാഹനങ്ങൾ വനപാതയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. റോഡിന് കുറുകെ മരം മുറിച്ചിട്ട് റോഡിൽ നിന്ന് ആന മരം തിന്നുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട് തൃശ്ശൂരിൽ നിന്നും. ലെവിൻ, കബാലിയുടെ ആക്രമണം തുടരുകയാണ്. ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. ഗൗതം, വൈകുന്നേരം 5:30യോടുകൂടിയാണ് ആതിരപ്പള്ളിയിൽ ഈ വനപാതയിൽ കാട്ടാന കബാലി ഇറങ്ങിയത്. പ്രദേശത്ത് നിരന്തരം ഇറങ്ങി ശല്യമുണ്ടാക്കുന്ന ആനയാണ് കബാലി. വനപാലകരെ അടക്കം പലതവണ വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവരുടെ ജീപ്പുകൾ പോലും കുത്തിമറിച്ചിട്ട് ആക്രമണം നടത്തുന്ന രീതിയിലുള്ള സ്വഭാവം കാണിക്കുന്ന ആന കൂടിയാണ്. അല്പം ഗൗരവക്കാരനാണ് ആന എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാരണം നിരവധി തവണ ഇത്തരത്തിൽ ഈ റോഡ് ആന തടഞ്ഞിടുകയും ഇതേ തുടർന്ന് വാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇത് വീണ്ടും ഇത്തവണ ആതിരപ്പള്ളി റൂട്ടിൽ ഇത്തവണ വീണ്ടും ഉണ്ടായി ആനയുടെ ആക്രമണം എന്നുള്ളതാണ്. കണ്ടന്തോട് ഭാഗത്താണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. വൈകുന്നേരം 5:30 മുതൽ ഈ സമയം വരെ ആന ഇപ്പോഴും അവിടെ തുടരുകയാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, റോട്ടിലേക്ക് ഒരു വനത്തിൽ നിന്നിരുന്ന ഒരു മരം മറിച്ചിട്ട് ആ മരം തടസ്സമുണ്ടാക്കിയതിനു ശേഷമാണ് ആന അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നതും എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. നേരത്തെയൊക്കെ ആനയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് കബാലിയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ വനപാലകരൊക്കെ സ്ഥലത്ത് വേഗത്തിലെത്തുകയും ആനയെ അടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പടക്കം പൊട്ടിച്ചും വാഹനങ്ങളുടെ ലൈറ്റ് അടിച്ചുമൊക്കെ പലതരത്തിൽ ആനയെ വിരട്ടി ഓടിക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നതുമാണ്. പക്ഷേ ഇതെല്ലാം ശീലമായി കഴിഞ്ഞ ഒരു സ്വഭാവമാണ് ഇപ്പോൾ കബാലി അടക്കമുള്ള ആനകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന ശ്രമങ്ങളൊന്നും ഈ ഘട്ടത്തിൽ വിജയിച്ചിട്ടില്ല. ആന മണിക്കൂറുകളായി അവിടെ തന്നെ തുടരുന്നു. ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ വിനോദസഞ്ചാരത്തിനായും അതോടൊപ്പം തന്നെ അന്തർ സംസ്ഥാന യാത്രകൾ നടത്തുന്നവരടക്കമുള്ള ആളുകളാണ് ഇത്തരത്തിൽ കിടക്കുന്നത്. വനപാലകരുടെ നേതൃത്വത്തിൽ ആനയെ കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഏതായാലും തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ആനശല്യം അതിരൂക്ഷമായി തുടരുമ്പോഴാണ് ഇന്ന് വീണ്ടും കബാലി ഇത്തരത്തിൽ റോഡിൽ ഇറങ്ങി തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗതം, ശരി. തൃശ്ശൂരിൽ നിന്നും ലെവിനാണ് വിവരങ്ങൾ നൽകിയത്.